നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മൾ കാണുന്ന അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് രാഹുൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ രാഹുലിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. രാഹുൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല തന്റെ കുടുംബത്തിന് ഇങ്ങനെ ഒരു ചതി പറ്റൂ, അല്ലെങ്കിൽ തന്റെ കുടുംബം തകർന്നു പോകുന്നുള്ള തന്റെ എല്ലാമായ മോള് അവസാനം ഭ്രാന്തിയാ തീരുന്ന് ഒരിക്കലും വിചാരിച്ച കാര്യമല്ല. അങ്ങനെ രാഹുലിന്റെ നല്ല പണി തന്നെ കിട്ടിക്കഴിയുമ്പോഴത്തേനും രാഹുലിന്റെ സരുവിനേക്കാളും വലിയ ഭ്രാന്താകുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അങ്ങനെ കിരണ രാഹുലിനെ കൂട്ടിക്കെട്ട് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. സരുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാഹുലിന്റെ നെഞ്ചു പൊട്ടിപ്പോയി. രാഹുൽ ഒരിക്കലും പ്രതീക്ഷയില്ല തന്റെ മോൾക്ക് ഇങ്ങനൊരു അവസ്ഥ. പിന്നീട് രാഹുലിനെ വിളിച്ചോണ്ട് കിരൺ അങ്ങോട്ട് പോവാ. വാ, വേറൊരു കാഴ്ച കൂടെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷെ രാഹുലിനെ അറിയത്തുണ്ടായിരുന്നില്ല വേറെ കാഴ്ച എന്താന്നുള്ള കാര്യം. പിന്നീട് രാഹുലിനെ കൊണ്ട് നേരെ പോകുന്നത് മനോഹർ കിടന്ന ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പൊ പോകുന്ന വഴിക്കൊക്കെ രാഹുൽ എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചിട്ട് പോലും കിരൺ വ്യക്തമായിട്ടൊരു മറുപടിയും പറഞ്ഞില്ല. കാരണം കിരൺ അറിയാം ഇനിയിപ്പോ ഇയാൾക്കിട്ട് കിട്ടാൻ പോകുന്ന അടുത്ത അടി അതായിരിക്കും എന്നുള്ള കാര്യം. അതുകൊണ്ട് കിരൺ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ നേരെ ചെല്ലുന്ന മനോഹറിനെ കിടത്തിയ ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് ഇപ്പൊ രാഹുൽ ചോദിച്ചു, അല്ല ഇതെന്താ കിരണ ഇവിടെ കൊണ്ടുവന്നേന്ന് ചോദിക്കാം. അതൊക്കെ പറയാം, കേറി വാന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ആ കാഴ്ച കാണുന്നത്. കിരൺ പറഞ്ഞു കേറി അകത്തേക്ക് എല്ലാം പറയണം. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ അവിടെ കിടക്കുന്നത് കണ്ടു. മനോഹറിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ഭ്രാന്ത് തന്നെയാണ് രാഹുലിന് തോന്നിയത്. രാഹുൽ ഇങ്ങനെ നോക്കി അവനെ, എന്നിട്ട് അവന്റെ അടുത്തേക്ക് ഇങ്ങനെ പാഞ്ഞടുക്കുവാണ്. എന്നിട്ട് പറഞ്ഞു, എടാ നീ എന്റെ മോളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ? എന്റെ മോളൊരു ഭ്രാന്തിയായിട്ട് ഇപ്പൊ കിടക്കുവാടാ. എന്നിട്ടോ ഈ സമയത്ത് മനോഹറിനൊന്നും മിണ്ടാൻ പോലും പറ്റില്ലായിരുന്നു. മനോഹർ വല്ലാത്തൊരവസ്ഥയെ കിടക്കുക. പക്ഷെ എങ്കിൽ രാഹുൽ വിട്ടില്ല. രാഹുൽ അവന്റെ കഴുത്തേലേക്ക് പിടിച്ചിട്ട് അങ്ങോട്ട് ഞെരിക്കുവാണ്. ഈ സമയത്ത് മനോഹർ ശ്വാസം കിട്ടാതെ കിടന്ന് പെടയുക. അപ്പോഴേക്കും രാഹുൽ നിന്നെ കൊല്ലൂടാ, എന്റെ കുടുംബത്തെ നീ തകർത്തു, എന്റെ മോളെ നീ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ? അവളെ ഇപ്പൊ ഒരു ഭ്രാന്തിയായിട്ടാണ് ഞാൻ കാണുന്നേ. അവളെ ഞാൻ രാജകുമാരിയെ പോലെ വളർത്തിക്കൊണ്ട് വന്ന നിന്റെ കൈകളിൽ കിട്ടിയ പിന്നെയാടാ അവൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കടന്ന് അലറി വിളിക്കുകയാണ്. ഈ സമയത്ത് മനോഹർ പെടയെന്ന് കണ്ടുകൊണ്ടാണ് കിരൺ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. കിരൺ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ ശ്വാസം കിട്ടാതെ പെടയുക. പെട്ടെന്ന് രാഹുൽ എന്ത് ചെയ്യുവാണ്, കിരണിനെ പിടിച്ച് വലിച്ചങ്ങോട്ട് മാറ്റുവാണ്. അല്ല, രാഹുലിനെ പിടിച്ച് കിരൺ അങ്ങോട്ട് വലിച്ചു മാറ്റുവാണ്. എന്നിട്ട് എന്ത് പരിപാടിയെ കാണിക്കണം എന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും നേഴ്സെല്ലാം ഓടി വന്നു. ഈ സമയത്ത് മനോഹറിന്റെ ശ്വാസം നേരെ കിട്ടിയത്. രാഹുൽ എന്നിട്ട് ഒരു ഭ്രാന്തനെ പോലെ അവിടെ കിടന്ന് അലറുവാണ്. പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മനോഹറിനാണെങ്കിൽ ഒന്നും പറയാൻ പോലും പറ്റില്ല. രാഹുലോട് നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ലടാ. ഈ സമയത്ത് കിരൺ രാഹുലിനെ വിളിച്ച് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് പിന്നീട് കിരൺ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല തിരിച്ചടി തന്നെ കിട്ടിയിരിക്കുന്നേ. എന്റെ കല്യാണിയെ, എന്റെ കല്ലുമോനെ എത്ര വട്ടം സറിയും ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്തില്ലല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന്, നിങ്ങളുടെ മോൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന്. അതെ, എല്ലാം മുകളിലിരിക്കുന്ന ഒരാൾ കാണുന്നുണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ മോളുടെ ഇപ്പൊ അവസ്ഥ ഇങ്ങനെയായി എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റ ഒരുത്തനാണ്. നിങ്ങൾ ആദ്യമേ തന്നെ വലിയൊരു ചതി ചെയ്തു. നിങ്ങളുടെ സ്വന്തം ഭാര്യയോട് നിങ്ങൾ ചെയ്ത ചതി. സ്വന്തം കുഞ്ഞിനെ, അതായത് താരാഞ്ചിയുടെ കുഞ്ഞിനെ കൊണ്ട് അവിടെ കിടത്തിയിട്ട് സ്വന്തം കുഞ്ഞാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരെ ഏൽപ്പിച്ചു. പക്ഷെങ്കിൽ അന്ന് ആ അമ്മ വേദനിച്ച വേദനയുണ്ടല്ലോ, അതിനൊക്കെ കണക്ക് പറയാൻ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോവുക. അത് മാത്രമല്ല, സരയുവാണെങ്കിലും സ്വന്തം പെറ്റമ്മയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചല്ലേ? എത്രയോ വട്ടം, ഒരു വട്ടമല്ല പല വട്ടം ശ്രമിച്ചു. അവള് ശ്രമിച്ചിട്ട് നടക്കാത്തോണ്ട് അവള് വേറെ കൊട്ടേഷൻ കൊടുക്കുക വരെ ചെയ്തു. അപ്പൊ പിന്നെ അവൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ അവൾക്ക് ചേരുന്ന ഒരു ഭർത്താവിനെയാണ് ദൈവം തമ്പുരാൻ അവൾക്കായിട്ട് കൊടുത്തത്, മനോഹറിനെ എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ പറഞ്ഞു, അല്ല കിരണെ, എന്റെ മോൾ എന്നാലും എന്റെ മോള് ഭ്രാന്തിയായി പോയില്ലെന്ന് പറയണം. എടോ, സാമ്പന്നല്ല തെറ്റി. കാരണം നിങ്ങളുടെ മോൾക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായി. എന്തുകൊണ്ടാ? നിങ്ങളുടെ മോൾ അന്ധമായിട്ട് അവനെ വിശ്വസിച്ചു. അതുകൊണ്ട് പറ്റിയ തെറ്റാ. പലവട്ടം അവൾക്ക് ആ തെറ്റുകളൊക്കെ തിരുത്താൻ അവസരം ഉണ്ടായിരുന്നു. എപ്പോഴേലും ഒരു സമയത്ത് ഒരു നല്ല കാര്യം ചെയ്യുമായിരുന്നെങ്കിൽ അവള് ചെയ്തോ? ഇത്തിരി ഇല്ലാത്ത ഞങ്ങളുടെ കുഞ്ഞിനെ പോലെ കൊല്ലാൻ ശ്രമിച്ചവളല്ലേ അവള്. അപ്പൊ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടപ്പോ രാഹുലിന് പിന്നെ മിണ്ടാട്ടം മുട്ടിപ്പോയി. രാഹുലിന്റെ എല്ലാ പ്രതീക്ഷകളും തറന്നുപോയി. പിന്നീട് കിരൺ പറഞ്ഞു, ഇതാ പറയുന്ന കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് പറയണേ, ഇപ്പം മനസ്സിലായില്ല എന്നൊക്കെ ചോദിക്കണം. പിന്നീട് കിരൺ അങ്ങോട്ടേക്ക് പോയി. രാഹുൽ നെഞ്ചു പൊട്ടി അവിടെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല. തിരുവോണത്തിന് മോളോടൊപ്പം ഇരുന്ന് ഒരുള്ള ചോറുണ്ണാം എന്നൊക്കെ കരുതി വന്നായിരുന്നു. പക്ഷേങ്കിൽ നേരെ വിപരീതമാണ് സംഭവിച്ചത്. മോളുടെ മാനസിക നില തെറ്റിക്കിടക്കുന്നു.
പിന്നെ ഇനിയിപ്പോൾ അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. പിന്നെ അവൾക്ക് മാനസിക നില തെറ്റിയതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ അവളെ എന്തായാലും ജയിലിലേക്കൊന്നും വിടാൻ പോകുന്നില്ല. എന്തായാലും തൻ്റെ മോള് അതൊക്കെ ഓർത്ത് അവിടെ ഇരുന്ന് മനവിരിയുന്ന കരയുവാണ്. പിന്നീടാണ് കിരൺ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. കിരൺ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് മോനെ എന്നൊക്കെ പറയണം. കിരൺ ചോദിച്ചു, എന്തിന്? അല്ല, എനിക്ക് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ പെൺമക്കളോടൊപ്പം ഇരുന്ന് ഒരു ഉരുള ചോറുണ്ണാൻ പറ്റുമെന്നുള്ളേ. അപ്പൊ അതിന് എനിക്ക് വഴിയൊരുക്കി തന്നില്ലേ, ഒത്തിരി നന്ദിയുണ്ടെന്ന് പറഞ്ഞപ്പോ കല്യാണി പറഞ്ഞു, എന്തിനാച്ചാ അതിന് നന്ദി വാക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ്റെ മക്കളല്ലേ ഞങ്ങള്, പിന്നെ എന്തിനാന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം പറഞ്ഞു, അല്ല മോളെ, ഞാൻ ഒത്തിരി തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ മോളോടും എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാര്യമാരെ വരെ ഞാൻ അത്രയ്ക്ക് നോവിച്ചിട്ടുണ്ട്. കാർത്തിക മോളെ ആണെങ്കിലും ഞാൻ അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയണം. ഈ സമയത്ത് കല്യാണി പറഞ്ഞു, അച്ഛൻ ഇനി എങ്ങോട്ടേക്കും പോകണ്ടെന്ന് പറയണം. ഇവിടെ ശരിയാകത്തില്ല മോളെ, എന്നാലും ഞാൻ പോകുന്നു പറയണം. കാരണം ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എല്ലാവർക്കും ഒരു ബാധ്യമായിട്ട് മാറും. ഇന്നല്ലെങ്കിൽ നാളെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാവില്ലേ. വെറുതെ നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ. അതുകൊണ്ട് ഞാൻ ഇനി എന്തായാലും ഇവിടെ നിൽക്കില്ല. പിന്നെ ഇത്രയൊക്കെ ചെയ്തു തന്നില്ലേ, അതൊക്കെ നിങ്ങൾ നല്ല മനസ്സുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണാൻ വരണം, നിങ്ങളോട് സംസാരിക്കണം. 2 വാക്ക് സംസാരിച്ചാൽ മതി. നിങ്ങൾ അടുത്തുനിന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണം. ഇതൊക്കെ മാത്രമേ എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹമുള്ളൂ എന്നൊക്കെ കല്യാണനും കാർത്തിയോടൊക്കെ പറയണം. ഈ സമയത്ത് കാദംബരി പറഞ്ഞു, അല്ല കല്യാണി പറഞ്ഞല്ലോ റൂം എടുത്ത് തരാന്ന്, അവിടെ കിടന്നോളാൻ പറയണം. വേണ്ട, അതൊന്നും വേണ്ട, അത്ര സൗഭാഗ്യത്തിനൊന്നും അർഹനല്ല ഞാൻ. കാരണം എനിക്ക് പറഞ്ഞിരിക്കുന്ന വല്ല കടത്തിണ്ണ ഞാൻ കയറി കിടന്നോളാം. അതാ പിന്നെ ആർക്കും ഒരു ശല്യമില്ലോ. കാരണം ഞാൻ അമ്മാതിരി തെറ്റുകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. വലിയ റൂം എടുത്ത് കിടക്കാനൊന്നും അതിനുള്ള ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയണേ. ഇനിയെങ്കിലും ഞാനായിട്ടൊന്നും ജീവിക്കട്ടെ എന്ന് പറയണേ. ഇത്രയും കാലം ഞാൻ ക്രൂരതകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് മാപ്പ് ചോദിക്കാൻ പോലും യോഗ്യതയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണിയൊക്കെ മുന്നിൽ നിന്ന് കൈ കൂപ്പാണ്. ഈ സമയത്ത് കല്യാണിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നീട് ദീപയുടെ ലക്ഷ്മിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് പോലും ക്ഷമ ചോദിക്കാൻ എനിക്ക് യോഗ്യതയില്ല. പക്ഷെ ചെയ്തു പോയ തെറ്റിനൊക്കെ ഒത്തിരി ക്ഷമ ചോദിക്കുന്നു. ഇനി എപ്പോഴെങ്കിലും ഞാൻ വന്നു കഴിയുമ്പോൾ എൻ്റെ മക്കളോടൊപ്പം ഒന്ന് ഇരിക്കാനും എൻ്റെ മക്കളെ ഒന്ന് കാണാനും എനിക്കൊരു അനുമതി മാത്രം തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോഴത്തേനും കല്യാണിക്കൊക്കെ ഭയങ്കര വിഷമായി. ഈ സമയം കിരൺ പറഞ്ഞു, അല്ല നിങ്ങളിത് എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുകയാണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇനിയിപ്പോൾ ഈ സുഖലോലുപതയിലൊന്നും ജീവിക്കണമെന്ന് ഒരു താല്പര്യമില്ല എന്ന് പറയണം. ഞാൻ എവിടെയെങ്കിലും കടത്തണയിലൊക്കെ പോയി കിടന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് കല്യാണിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിരിക്കുന്ന കല്യാണിയാണ്. പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടം കല്യാണിക്കാണ്. കാരണം തൻ്റെ അച്ഛനാണ് ഇറങ്ങിപ്പോന്നെ, തന്നെ ജനിപ്പിച്ച അച്ഛനാണ്. അപ്പൊ ആ ഒരു സ്നേഹം കല്യാണിക്ക് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. പെട്ടെന്ന് കിരണിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കിരണേട്ടാ അച്ഛനെ അങ്ങനെ വിടരുത്. നമ്മൾ ഇത്ര സൗഭാഗ്യത്തിൽ കഴിയുന്ന സമയത്ത് അച്ഛൻ എന്തൊക്കെ തെറ്റിയെന്ന് പറഞ്ഞാലും എൻ്റെ അച്ഛനല്ലേന്ന് ചോദിക്കാം. കിരൺ പറഞ്ഞ് നമുക്ക് വേണ്ടത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കല്യാണി ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് സരയു ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ് ബെഡേല്. ഈ സമയത്ത് ശാരിക്കാണ് വല്ലാത്തൊരു വിഷമ. സരയു എഴുന്നേറ്റിട്ട് പറഞ്ഞു, അല്ല കളിപ്പാട്ടോ എന്തെന്ന് ചോദിക്കുകയാണ്. കളിപ്പാട്ടോ? എൻ്റെ കുഞ്ഞിന് കൊണ്ടുവരാന്ന് പറഞ്ഞ കളിപ്പാട്ടം ഇങ്ങോട്ട് എടുത്തോണ്ട് ഞാൻ പറയണം. പിന്നീട് കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന പോലെ കൈക്കകത്ത് ഇങ്ങനെ ഇട്ട് ആട്ടിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് വല്ലാത്തൊരു സങ്കടമായിപ്പോയി ശാരിക്ക്. ശാരി അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. പിന്നീട് സരയു എന്ത് ചെയ്യാണ്, സരയുവിന് തോന്നി തൻ്റെ കുഞ്ഞുണ്ടെന്ന്. അങ്ങനെ സങ്കല്പിച്ച് സരയു ഇങ്ങനെ കുഞ്ഞിനെ ആട്ടുന്ന പോലെ കൈക്കകത്തിട്ട് താരാട്ട് പാടുന്ന പോലെ കൊഞ്ചിക്കുന്ന പോലെ കാണിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ കണ്ട് ഇപ്പൊ ശാരിയുടെ കണ്ണ് നിറഞ്ഞു പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇവളെ ഇവിടെ നിന്ന് രക്ഷിക്കും, എങ്ങനെയൊന്ന് കരകയറ്റുമെന്ന് പോലും അറിയത്തില്ലാത്ത ഒരു ബുദ്ധിമുട്ടായി പോയി ശാരിക്ക്. ഒരു പക്ഷെ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെയുള്ള ശിക്ഷയായിരിക്കും ദൈവം കൊടുത്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും തൻ്റെ മോൾക്ക് ഈ ഭ്രാന്തൊന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു. അവൾ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ മതിയായിരുന്നു. തൻ്റെ അല്ലെങ്കിലും താൻ വളർത്തമ്മയാണെങ്കിലും താൻ പൊന്നുപോലെ കൊണ്ടുവരുന്ന സ്നേഹിച്ചവളെ അപ്പൊ ഇവളെ കൈവിട്ട് കളയാനായിട്ട് തനിക്ക് പറ്റില്ല. അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ശാരിക്ക് നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നി. പിന്നീട് ശാരി സരുവിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ഇങ്ങനെയൊന്നും കാണിക്കല്ല, എനിക്ക് സങ്കടമാവുന്നുണ്ടെന്നൊക്കെ പറയണം. അപ്പോഴേക്കും സരി ഇങ്ങനെ നോക്കിയിട്ട് അങ്ങ് നീങ്ങിയിരിക്കാനൊക്കെ പറഞ്ഞിട്ട് ശാരിനെ അങ്ങോട്ട് തള്ളി മാറ്റുവാണ്. എന്ത് ചെയ്യാൻ പറ്റും, ശാരി അങ്ങോട്ട് മാറിയിരുന്നു. അപ്പോഴേക്കും രാഹുൽ അങ്ങോട്ടേക്ക് കയറി വന്നു. രാഹുൽ ഒന്ന് ഈ കാഴ്ച കണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്ക് ശാരി ചോദിച്ചു, സമാധാനമായല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. ഈ സമയം രാഹുൽ പറഞ്ഞു, എനിക്ക് അവനെ ഇല്ലാതാക്കണമായിരുന്നു ആ മനോഹരനെ, പക്ഷെ പറ്റിയില്ല. ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന് പറയണം. പിന്നീട് രാഹുൽ ഒരു കാര്യം തീരുമാനിച്ചു, അവനെ തീർക്കണം മനോഹരനെ. ഇനി അവൻ ഭൂമിക്ക് മീതെ ജീവനോടെ ഇരിക്കാനായിട്ട് പാടില്ല. എങ്ങനെ തീർത്തേ മതിയുള്ളൂ. ഇപ്പോഴവന് കുറച്ച് ജീവനെങ്കിലും ഉണ്ട്, അവൻ്റെ ആ ഉള്ള ജീവനും കൂടെ എടുക്കണം. അവൻ്റെ ജീവൻ എടുത്താലോ കാര്യമുള്ളൂ. തൻ്റെ മോളെ ഈ വിധമാക്കി വിട്ടതാ. അപ്പൊ പിന്നെ ഇനിയിപ്പം അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ ഓർത്തിട്ട് രാഹുലിന്റെ സമനില എത്തുന്നുണ്ട്.
എങ്ങനെയെങ്കിലും അവനെ തീർക്കണം എന്നൊരു ചിന്ത മാത്രമായിരുന്നു അവന് മനസ്സിലുണ്ടായിരുന്നേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങൾ കാണാൻ പോകുന്നേ. എന്താണെങ്കിലും മനോഹറിന്റെ പണിയായിട്ട് ഇനിയിപ്പോൾ അടുത്ത ആളും കൂടെ ഇറങ്ങുന്നുണ്ട് കളത്തിലേക്ക്. മരിയ വെറുതെ ഇരിക്കില്ല. കാരണം മനോഹർ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലും അവനിട്ട് നല്ല പണി തന്നെ കൊടുക്കും. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ മുഴുഭ്രാന്തിയായ മാറിയ സരുവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് രാഹുൽ ശാരിയൊക്കെ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവൾ ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ പോലും അവളുടെ അവസ്ഥ നല്ലതായിരിക്കില്ല. കാരണം മോശം അവസ്ഥയായിരിക്കും. അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം, താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമൊക്കെ ആണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവസാനം കിരണിന്റെയും കല്യാണിന്റെ എല്ലാ സഹായം വേണ്ടി വരുന്നുണ്ട്, സ്വന്തം കുഞ്ഞിനെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിലും സരു താൻ ചെയ്തു പോയ തെറ്റുകൾ എന്താന്ന് ഒന്ന് ബോധ്യപ്പെട്ട് ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ മതിയായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.